നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. News headlines brought to you by Happy Jacks. Happy keeps everybody happy. മുഖം രക്ഷിക്കാൻ കോൺഗ്രസിന്റെ ഒടിവിദ്യ. രാഹുൽ മാങ്കൂട്ടത്തിലിന് സസ്പെൻഷൻ മാത്രം. MLA സ്ഥാനം രാജിവെക്കേണ്ടെന്ന് നേതൃത്വം. പരാതിയില്ലാത്തതിനാൽ രാജി ആവശ്യപ്പെടാനാകില്ലെന്ന് സണ്ണി ജോസഫ്. വനിതാ നേതാക്കളുടെ ആവശ്യം അവകാശമെന്ന് കെ സുധാകരൻ. കോൺഗ്രസിന് BJP പേടി. മാങ്കൂട്ടത്തിലിന്റെ സസ്പെൻഷൻ നാടകം പരാജയ ഭീതി കാരണം. തെരഞ്ഞെടുപ്പ് നടന്നാൽ BJP വിജയിക്കുമെന്ന് വിലയിരുത്തൽ. രാഹുലിന്റെ ഭീഷണിക്ക് KPCC വഴങ്ങിയെന്ന് C കൃഷ്ണകുമാർ. സസ്പെൻഷൻ പ്രഹസനമെന്ന് PK കൃഷ്ണദാസ്. രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട് യുവമോർച്ച പ്രതിഷേധം. MLA ഓഫീസിന് താഴിട്ട് പൂട്ടി. മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് യുവമോർച്ച. പ്രതിപക്ഷത്തിന് അമിത് ഷായുടെ മുന്നറിയിപ്പ്. ജയിലിലിരുന്ന ജനങ്ങളെ ഭരിക്കേണ്ട. നിയമം എല്ലാവർക്കും ബാധകം. തുടർ തോൽവികൾ രാഹുലിന്റെയും കോൺഗ്രസിന്റെയും സാമാന്യ ബുദ്ധി നഷ്ടപ്പെടുത്തിയെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി. അയ്യപ്പ ഭക്ത സംഗമത്തിൽ സ്റ്റാലിനെ പങ്കെടുപ്പിക്കുന്നതിൽ കനത്ത പ്രതിഷേധം. ശബരിമലയെ തകർക്കാനുള്ള തീരുമാനത്തിന്റെ ആവർത്തനം. വിശ്വാസികളോട് പരസ്യമായി മാപ്പു ചോദിക്കണമെന്നും PK കൃഷ്ണദാസ്. ധർമ്മസ്ഥലയിൽ അന്വേഷണം ഊർജിതം. യൂട്യൂബർ സമീറിനെ ഇന്നും ചോദ്യം ചെയ്യും. ചിന്നയെയും പോലീസ് കസ്റ്റഡിയിൽ. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ സംഘടിത മതപരിവർത്തന ശക്തികളെന്ന് ഡോക്ടർ NR മധു. തൃശൂരിൽ സന്ദീപ് വാര്യർക്കെതിരെ പടയൊരുക്കം. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയാകാൻ നീക്കമെന്ന ആക്ഷേപം. ഒറ്റക്കെട്ടായി ചെറുക്കാൻ പ്രാദേശിക നേതാക്കൾ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കളമൊരുങ്ങുന്നു. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന്. വോട്ടെടുപ്പ് സെപ്റ്റംബർ 9-ന്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്ത് തടിയൂരി കോൺഗ്രസ്. ഇതോടെ രാഹുലിന് MLA സ്ഥാനത്ത് തുടരാം. പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുമെന്നതിനാൽ ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷണം ഉണ്ടാകില്ലെന്നാണ് വിവരം. BJPയെ ഭയന്നാണ് സസ്പെൻഷൻ നാടകം എന്നാണ് വിലയിരുത്തൽ. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനനും അരുണാലത്തൂരും ചേരുന്നു. ആദ്യം നമുക്ക് പ്രജിത്തിലേക്ക് പോകാം. പ്രജിത്ത്, മുഖം രക്ഷിക്കൽ നടപടിയെന്നോണം ഇപ്പോൾ നിലവിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതല്ലല്ലോ നടപടി സ്വീകരിക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് രാഹുൽ രാജിവെക്കണമെന്ന നിലപാട് സ്വീകരിച്ച നേതാക്കന്മാരൊക്കെ 24 മണിക്കൂർ കൊണ്ട് നിലപാട് മാറ്റുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണമായത്
ഒരു നിയമോപദേശം തേടിയിരുന്നു. പ്രത്യേകിച്ച് രാഹുൽ രാജിവെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒരു ഉപതെരഞ്ഞെടുപ്പ് സാധ്യത എന്നുള്ളത്. ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നുള്ളതായിരുന്നു കോൺഗ്രസ് ലഭിച്ച നിയമോപദേശം. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടെ BJP വിജയിക്കുമെന്ന UDF-ൽ തന്നെ ഒരു വിലയിരുത്തൽ ഉണ്ടാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതില്ല, ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടൊരു പരാജയം ഏറ്റുവാങ്ങേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് പോയത്. അതുകൊണ്ട് തന്നെ സസ്പെൻഡ് ചെയ്ത രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത കോൺഗ്രസ് ഇപ്പോൾ തടിയൂരുകയാണ്. ഈ വിവാദത്തിൽ നിന്ന് KPCC അധ്യക്ഷനടക്കമുള്ളവർ പറയുന്നത് ഇങ്ങനെയൊരു രാജിവെക്കുന്നതിലൊരു കീഴ്വഴക്കമില്ല എന്നുള്ളതാണ്. രാഹുലിനെതിരെ പരാതിയോ കേസുകളോ ഇല്ലെന്നും അതിനാൽ തന്നെ MLA സ്ഥാനം അദ്ദേഹം ഉപേക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളതുമാണ്. എന്തായാലും രാഹുൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമാകില്ല. അദ്ദേഹത്തിന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ അവധിയിൽ പോകാനാണ് അദ്ദേഹത്തിനോട് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിന് കാരണമായിരിക്കുന്നത് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുകയും ആ ഉപതെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കുമെന്ന UDF-ന്റെ തന്നെ വിലയിരുത്തലും കൊണ്ടാണ്. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇനിയൊരു BJP പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും അതിനുശേഷം ആ പറയുന്ന രീതിയിൽ തന്നെ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും വീണ്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന്റെ അലയൊലികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഒഴിവാക്കാനാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഇത്തരം ഒരു നീക്കം വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് വനിതാ നേതാക്കളുടെ നിലപാടുകളാണ്. രാഹുൽ രാജിവെക്കുകയും രാഹുൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും വേണമെന്ന് ആവശ്യപ്പെട്ട ബിന്ദു കൃഷ്ണയും ഉമാ തോമസിനെയും പോലെയുള്ള നേതാക്കൾക്ക് അവർ പറഞ്ഞ കാര്യങ്ങളോട് പാർട്ടിയുടെ സമീപനം നേരെ തിരിച്ചായി പോയി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും പാർട്ടിയുടെ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു പരിധിവരെ സംരക്ഷിച്ച് നിർത്തുന്നത് തന്നെയാണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം രാഹുലിനെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിന്റെ ആരോപണം വന്നു, അതിന്റെ ശബ്ദരേഖകൾ തെളിവായി വന്നു. എന്നിട്ടും MLA സ്ഥാനത്ത് തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ BJP അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ രാഹുലിന് എങ്ങനെയാണ് ഒരു പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം പോലും ലഭിക്കാൻ അർഹതയില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഒരു ജനപ്രതിനിധിയായി തുടരുന്നത് എന്നുള്ളതാണ് BJP ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതോടൊപ്പം തന്നെ രാഹുൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്താലും അതൊരു പ്രഹസനം മാത്രമാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ തന്നെയും UDF-ന്റെ തന്നെയും MLA ആയി തുടരുമെന്നുള്ളതും BJP ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ വലിയ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ വരും ദിവസങ്ങളും ശക്തമാകുമെന്നുള്ളതും തർക്കമില്ലാത്ത കാര്യമാണ്. എന്തായാലും ഇനി രാഹുൽ ഇതിലെന്താണ് നിലപാട് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. അതോടൊപ്പം ഒരു കാര്യം കൂടി, നിലവിലിപ്പോൾ ഈ മുഖം രക്ഷിക്കൽ തന്ത്രമെന്നോണം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നാൽ പോലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. എങ്ങനെയാണ് ധാർമ്മിക ഉത്തരവാദിത്വമില്ലാത്ത ഒരു ജനപ്രതിനിധിക്ക് ഈ സ്ഥാനത്ത് തുടരാൻ കഴിയുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോഴൊക്കെ കോൺഗ്രസ് നിരത്തുന്ന ഒരു പ്രതിരോധം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ പരാതിക്കാരിയില്ല എന്നുള്ളതാണല്ലോ. ഇവർക്ക് എത്ര നാൾ ഇങ്ങനെ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയും? അത് വളരെ ബാലിശമായിട്ടുള്ളൊരു വാദമാണെന്ന് പറയേണ്ടി വരും രോഹിണി. കാരണം ഈ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് സുവോമോട്ടോ നിയമപ്രകാരം സ്വമേധയാ കേസെടുക്കാവുന്ന ഒരു സാഹചര്യമുള്ളവയാണ്. അത് കേസെടുത്ത് അന്വേഷണം നടത്തി ആരോപണ വിധേയരായ ആളുകളുടെയും ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ബാധിക്കപ്പെട്ട പെൺകുട്ടികളുടെയും ഒക്കെ മൊഴിയെടുത്ത് പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. എന്തോ കാരണത്താൽ അത് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. നേരത്തെ PK ശശിക്കെതിരെ കേസെടുക്കാതിരുന്ന മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ പക്ഷേ ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിൽ DGP-യോട് റിപ്പോർട്ട് തേടിയിരുന്നു. DGP ഏതെങ്കിലും രീതിയിൽ ഈ സംഭവത്തിൽ കേസെടുക്കാൻ അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും അത്തരം കാര്യങ്ങൾ ഭാവിയിൽ നടക്കേണ്ടതാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് രാഹുൽ നിയമസഭാംഗമായി തുടരുകയാണെങ്കിൽ MLA ആയി തുടരുകയാണെങ്കിൽ അദ്ദേഹം സഭാ സമ്മേളനത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ വിവിധ പ്രവർത്തനങ്ങളിൽ വിവിധ യോഗങ്ങളിലൊക്കെ MLA എന്ന നിലയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാതെ നടക്കാൻ പോലും സാധിക്കാത്ത ചില യോഗങ്ങളുമുണ്ട്. അത്തരം യോഗങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്ന വിവിധ പരിപാടികൾ, പദ്ധതികൾ, ആലോചനാ യോഗങ്ങൾ എന്നിവയൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്താൽ അതുപോലൊരു യോഗങ്ങളിൽ പങ്കെടുക്കാനുള്ള ഔന്നത്യം അല്ലെങ്കിൽ അത് ആരോപണ വിധേയനായ കളങ്കിതനായ ഒരു വ്യക്തിക്ക് പങ്കെടുക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ MLA സ്ഥാനത്തിരുന്നു കൊണ്ട് തൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ ചുമതലകൾ നിർവഹിക്കുകയും അതേസമയം തങ്ങൾ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് തടിയൂരുകയും ചെയ്യുന്ന ഒരു കൃത്യമായി പറഞ്ഞാൽ കാതലില്ലാത്ത ഒരു കൃത്യമായൊരു ശക്തമായൊരു നിലപാട്, ശക്തമായൊരു കോൺഗ്രസിന്റെ ഒരു അടവ് നയം എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. പ്രജിത്ത്, അരുൺ ആലത്തൂരിലേക്ക് കൂടി പോവുകയാണ്. അരുൺ, പാലക്കാട് അതിശക്തമായ പ്രതിഷേധം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്നത്. MLA സ്ഥാനത്ത് തുടരാൻ അർഹനല്ല രാഹുൽ എന്നുള്ള പ്രചാരണം തന്നെയാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നത്. ഇവിടെ മുഖം രക്ഷിക്കാനായി കോൺഗ്രസ് നിലവിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയെങ്കിൽ പോലും ഒരു MLA ആയി പാലക്കാട് തുടരുന്നതിലുള്ള അതൃപ്തി ഇപ്പോൾ ജനങ്ങൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. BJP
അതിശക്തമായ പ്രതിഷേധവുമായി തുടർന്ന് മുന്നോട്ട് പോകും എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അല്പസമയം മുൻപ് യുവമോർച്ച പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി. ആ മാർച്ച് പോലീസ് തടയുകയും തുടർന്ന് യുവമോർച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ഒക്കെ ഉണ്ടായി. ഏതായാലും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിഷയത്തിൽ യുവമോർച്ചയുടെയും അതുപോലെ തന്നെ BJPയുടെയും ഒക്കെ തീരുമാനം. അതേസമയം തന്നെ ഈ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾക്കിടയിൽ ഉൾപ്പെടെ ഇതിപ്പോൾ വലിയ ചർച്ചയായി എന്ന് മാത്രമല്ല പാലക്കാട്ടെ ഓരോ വോട്ടർമാരും ചിന്തിച്ചു തുടങ്ങി. അതായത് യൂത്ത് കോൺഗ്രസിന് വേണ്ട, കോൺഗ്രസിന് വേണ്ട എന്ന പാലക്കാട്ടുകാരങ്ങ് അനുഭവിച്ചോ എന്ന നിലപാടാണ് ഈ കോൺഗ്രസിനുള്ളത് എന്നതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആക്ഷേപം. കാരണം ഈ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ VK ശ്രീകണ്ഠനും ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ പാലക്കാട്ട് ജനതയോട് ഏതെങ്കിലും തരത്തിലൊരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ, പ്രതിബദ്ധതയുണ്ടെങ്കിൽ പാലക്കാട്ടെ വോട്ടർമാരുടെ അവരെ ഒന്ന് കണക്കിലെടുത്തുകൊണ്ടെങ്കിലും ഈ രാഹുലിനെ MLA സ്ഥാനത്ത് രാജിവെക്കാൻ പറയേണ്ടേ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചോദ്യമായിട്ട് ഉയരുന്നത്. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് കോൺഗ്രസ് ഈ രാഹുലിനെ രാജിവെപ്പിക്കാത്തത് എന്ന തരത്തിലും വിമർശനം ഉയരുന്നുണ്ട്. ഒന്ന്, ഈ രാഹുലിനെ പേടിയാണ് എന്നുള്ളതാണ്. കാരണം VD സതീശന് എതിരെയുള്ള അല്ലെങ്കിൽ കോൺഗ്രസിലെ പല നേതാക്കൾക്കെതിരെയുള്ള പല കാര്യങ്ങളും രാഹുലിൻ്റെ പക്കലുണ്ട്. രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചാൽ രാഹുൽ അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വിടുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണോ ഇവർ അതിന് തയ്യാറാവാത്തത് എന്നുള്ള ഒരു ചോദ്യം പ്രധാനമായിട്ടും ഉയരുന്നുണ്ട്. രണ്ടാമതായിട്ട് ഉയരുന്നത് ഉപതെരഞ്ഞെടുപ്പ്. രാഹുൽ രാജിവെക്കുകയാണെങ്കിൽ പാലക്കാട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവും. ആ ഉപതെരഞ്ഞെടുപ്പ് പേടി കൊണ്ടാണ് അത്തരത്തിൽ രാജിവെപ്പിക്കാൻ തയ്യാറാവാത്തത് എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്. കാരണം ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഈ കോൺഗ്രസ് നേതാക്കൾ എങ്ങനെയാണ് പാലക്കാട്ടെ വോട്ടർമാരെ അഭിമുഖീകരിക്കുക എന്നുള്ളതും ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇവർ ഉദ്ദേശിക്കുന്നത് രാഹുലിനെ തങ്ങൾ ഈ യൂത്ത് കോൺഗ്രസിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഒക്കെ സസ്പെൻഡ് ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങളുടെ ഇടയിൽ തങ്ങൾ നടപടിയെടുത്തു എന്ന് വരുത്തി തീർക്കുക. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റാത്ത രീതിയിൽ കുറച്ച് ഏതെങ്കിലും 1-2 മാസമൊക്കെ ഇങ്ങനെ തള്ളി നീക്കി കൊണ്ടുപോവുക. അതിനുശേഷം പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരും. അത് കഴിയുമ്പോഴേക്കും പിന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിക. ഏതായാലും ഒരു മാർച്ച് മാസത്തോടെയൊക്കെ ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിക എന്നുള്ളതാണ് ഇവർ കണക്ക് കൂട്ടുന്നത്. അപ്പോഴേക്കും പാലക്കാട്ടെ വോട്ടർമാരും ജനങ്ങളും ഒക്കെ ഇതൊക്കെ മറന്നു പോകുമല്ലോ എന്ന് കണക്കുകൂട്ടിക്കൂടെയാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന വിമർശനം. ഏതായാലും ഈ സംഭവത്തിൽ രാഹുലിനെ പാലക്കാട്ടെ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ള ശക്തമായ നിലപാടിലാണ് യുവമോർച്ചയും BJPയും അതുപോലെ തന്നെ ഇടത് പാർട്ടികളും ഒക്കെ ഉള്ളത്. രാഹുൽ ഏത് തരത്തിലും പാലക്കാട്ടേക്ക് വരികയാണെങ്കിൽ ശക്തമായ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് അവർ. ശരിയാരുൺ ആലത്തൂറും പ്രജിത് മോഹനനുമാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്തത് സ്ഥിരീകരിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഉയരുന്ന ആരോപണങ്ങൾ ഗൌരവതരമെന്നും പരാതി ലഭിക്കാത്തതിനാൽ രാജിവെക്കാമെന്നാവശ്യപ്പെടാനാകില്ലെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എന്നാൽ മാധ്യമങ്ങളുടെ മറ്റു ചോദ്യങ്ങളിൽ നിന്ന് സണ്ണി ജോസഫ് ഒഴിഞ്ഞുമാറി. എങ്കിലും കോൺഗ്രസ് പാർട്ടി സ്ത്രീകളുടെ ആത്മാഭിമാനവും മാന്യതയും സുരക്ഷിതത്വവും അങ്ങേയറ്റം സംരക്ഷിക്കപ്പെടണം എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടി നേതൃത്വം ആലോചിച്ച് സമചിത്തതയോടെ ആലോചിച്ച് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ അഭിപ്രായത്തിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്ന തീരുമാനം. അത് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ തന്നെ അറിയിക്കുകയാണ്. രാഹുലിനെയും അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇതിനാൽ സസ്പെൻഡ് ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വിശദമായി പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറി ഷാഫി പറമ്പിൽ MP. KPCC പ്രസിഡന്റ് പറഞ്ഞതിന് മുകളിലൊന്നും പറയാനില്ലെന്ന് ഷാഫി പറമ്പിൽ കോഴിക്കോട് പറഞ്ഞു. പാർട്ടി തീരുമാനം എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും ബാധകമാണെന്നും ഷാഫി കൂട്ടിച്ചേർത്തു. MLA സ്ഥാനം രാജിവെക്കുന്നതിനെക്കുറിച്ച് ആവർത്തിച്ച ചോദ്യം ഉയർന്നെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായില്ല. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പറഞ്ഞതിന്റെ മേലെ കൂടുതലൊന്നും പറയേണ്ടതായിട്ടില്ല. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ട് എല്ലാ തീരുമാനങ്ങളും കൃത്യമായിട്ട് വിശദീകരിച്ചു കഴിഞ്ഞതാണ്. അതിൽ കൂടുതൽ ഞാൻ ഒന്നും പറയേണ്ടതായിട്ടുണ്ടെന്ന് കരുതുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് സ്വാഗതം ചെയ്യുന്നതായി KPCC മുൻ അധ്യക്ഷൻ K. സുധാകരൻ. പാർട്ടി എടുത്ത തീരുമാനമാണ്. എന്നാൽ MLA സ്ഥാനം രാഹുൽ രാജിവെക്കേണ്ടതില്ലെന്ന് K. സുധാകരൻ പറഞ്ഞു. പാർട്ടിയിലെ വനിതാ നേതാക്കളുടെ ആവശ്യം അവർക്കുള്ള അവകാശമാണ്. ഉമാ തോമസിനെതിരായ സൈബർ ആക്രമണത്തെക്കുറിച്ച് അറിയില്ലെന്നും K. സുധാകരൻ പറഞ്ഞു. പാർട്ടിയുടെ തീരുമാനം എന്താണോ ആ തീരുമാനത്തും എൻ്റെ തീരുമാനം. അതൊക്കെ സംഭവിക്കാൻ പോകുന്ന എന്താ പറയുക കോൺസിക്വൻസസിൻ്റെ അതിനോട് അനുബന്ധമായി നിൽക്കുന്ന ഒരു ഘടകമാണ്. എല്ലാ നേതാക്കന്മാരും പരസ്പരം ചർച്ച നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചു.
എന്നിട്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. ആ തീരുമാനം സ്വാഗതാർഹമാണ് എന്ന് സമൂഹം വിലയിരുത്തിയിട്ടുണ്ട്. കോൺഗ്രസിന് ഉപതെരഞ്ഞെടുപ്പ് പേടിയെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ. വീണ്ടും മത്സരിച്ചാൽ കോൺഗ്രസ് തോൽക്കുമെന്ന് ഭയം. ജനങ്ങളെ നേരിടാൻ ഷാഫിക്ക് കഴിയില്ലെന്നും പാലക്കാടിന് കോൺഗ്രസ് തന്നത് ഒരു ചവറിനെയെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. രാഹുൽ പറയണ പോലെ ഹൂ കേസ്, കോൺഗ്രസ്സിൽ രാഹുലിനെ ഇനിയിപ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റാക്കിയാലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചോളം അത് ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച്, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇത്രയേറെ അപമര്യാദയായിട്ട് വൃത്തികേടായിട്ട് പെരുമാറിയ ഒരാളെ MLA സ്ഥാനത്ത് തുടരുന്നതാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചോളം ഇവിടെ പ്രശ്നം. ഞങ്ങൾക്ക് സംശയം KPCC നേതാക്കന്മാർക്ക് രാഹുൽ പേടിയുണ്ടോ എന്നുള്ളതാണ്. രാഹുലിൻ്റെ ബ്ലാക്ക് മെയിലിങ്ങിന് വഴങ്ങിയിട്ടാണോ KPCCയുടെ നേതാക്കന്മാർ, പരസ്യമായിട്ട് പ്രതികരിച്ച നേതാക്കന്മാർ പോലും മണിക്കൂറുകൾക്കുള്ളിൽ നിലപാട് മാറ്റിയത് എന്നുള്ളത്? മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് KPCCയുടെ നേതാക്കന്മാർ പലരും, കോൺഗ്രസിൻ്റെ MLAമാർ അടക്കമുള്ള ആളുകൾ പറഞ്ഞല്ലോ, ഒരു വിട്ടുവീഴ്ചയില്ല, രാഹുൽ രാജിവെക്കണം, MLA സ്ഥാനം രാജിവെക്കണം. മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പേ അവരുടെ നിലപാടിൽ മാറ്റം, നിലപാടിൽ മയപ്പെടുത്തൽ. ഇതിൻ്റെ പിന്നിൽ രാഹുലിൻ്റെ ബ്ലാക്ക് മെയിലിംഗ് ആണ്. കാരണം പല KPCC നേതാക്കന്മാരുടെയും പല കഥകളും രാഹുലിൻ്റെ കയ്യിലുണ്ട്. അതേസമയം അവന്തികയുടെ പരാതിയിൽ താൻ ഗൂഢാലോചന നടത്തിയെങ്കിൽ തെളിവ് പുറത്തുവിടട്ടെ എന്ന് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞു. അവന്തികയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ വിവരങ്ങൾ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ തന്നെ വളരെ കൃത്യമായി തന്നെ അതിനകത്ത് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇനി അതിനകത്ത് എന്തെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തെളിവ് പുള്ളിയുടെ കയ്യിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പുള്ളി പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് വരട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിന് ഭയമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാഹുലിനെ രാജിവയ്പ്പിച്ചാൽ പലതും പുറത്തുവരും, അതൊഴിവാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. രാഹുൽ രാജിവെക്കണം എന്നാണ് CPM നിലപാടെന്നും ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. രാഹുൽ നിയമസഭയിലെത്തിയാൽ അപ്പോൾ കാണാമെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഇത്ര ജീർണമായ ഒരു അധ്യായം ഇന്നേ വരെ, ആ കോൺഗ്രസ് രൂപം കണ്ടതിന് ശേഷം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളൊരു കാര്യത്തെപ്പറ്റി താരതമ്യം ചെയ്യേണ്ട. താരതമ്യം ചെയ്യാൻ ചിലർക്ക് താല്പര്യം ഉണ്ടാകുന്നത് ചില ആളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സംരക്ഷിക്കാൻ പുറപ്പെടേണ്ട. നിങ്ങൾ മാധ്യമങ്ങൾക്കൊന്നും ഇതൊന്നും സംരക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾ ആര് വിചാരിച്ചാലും സംരക്ഷിക്കാൻ പറ്റില്ല. ചില ആളെല്ലാം ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷേ അവർക്കൊന്നും സാധിച്ചിട്ടില്ല. ഇനിയോട്ട് സാധിക്കുകയും ചെയ്യില്ല. ഇത് പെരുമഴ പോലെ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറെ ആരുടേതൊക്കെ വരുമെന്ന് കാത്തിരുന്ന് കാണാം. ചീഞ്ഞുനാറ് ജീർണമായിരിക്കുകയാണ്. തൃശൂരിൽ ആത്മഹത്യാ ഭീഷണിയുമായി യുവാവ്. KSRTC ബസ് സ്റ്റാൻഡിലെ സമീപത്തുള്ള കെട്ടിടത്തിന്റെ മുകളിൽ കയറിയാണ് ഭീഷണി. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഇയാളെ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തുന്നു. സാനു K. സജീവ് ചേരുന്നു. സാനു, ഇപ്പോഴും ഇയാൾ ഈ കെട്ടിടത്തിന് മുകളിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണോ? അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഫലം കാണുന്നില്ലേ? കൂടിയാണ് ഇയാള് ഈ കെട്ടിടത്തിന് മുകളിൽ, അതായത് തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വെളിയന്നൂർ റോഡിലെ കെട്ടിടത്തിന് മുകളിൽ കയറി താഴേക്ക് ചാടി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ഇത് കണ്ടുവന്ന ആ കെട്ടിടത്തിലും അതേപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഉള്ളവരാണ് ആദ്യം ഇത് കണ്ടത്. തുടർന്ന് ഇവർ പോലീസിനെയും അതേപോലെ തന്നെ അഗ്നിരക്ഷാ സേനയെയും വിവരം അറിയിക്കുകയായിരുന്നു. അവർ വന്ന് അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ ഇദ്ദേഹം ഇത് കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങാനോ ഈ ഉദ്യോഗസ്ഥരുമായിട്ട് സഹകരിക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. പല ഘട്ടങ്ങളിലും ചാടുമെന്ന് ഭീഷണി മുഴക്കുകയും തുടർന്ന് ഇദ്ദേഹത്തെ സുരക്ഷിതമായിട്ട് താഴെ ഇറക്കാൻ, അല്ലെങ്കിൽ ചാടുവാണെങ്കിൽ തന്നെ സുരക്ഷിതമായിട്ട് താഴേക്ക് വീഴാനായിട്ടുള്ള സംവിധാനങ്ങൾ അടക്കം അഗ്നിരക്ഷാ സേനയുടെയും പോലീസിന്റെയും ഒപ്പം നാട്ടുകാരുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉയർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ തയ്യാറാക്കിയിട്ടുണ്ട്. എന്താണ് ഇത്തരത്തിൽ ഈ ഒരു ഭീഷണി മുഴക്കാൻ കാരണം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും മദ്യപിച്ചിട്ടുണ്ടോ എന്നൊരു സംശയവും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊരു സംശയവും ഉദ്യോഗസ്ഥർക്കുണ്ട്. എന്തായാലും ഇപ്പോഴും ഇയാളെ അനുനയിപ്പിച്ച് സുരക്ഷിതമായിട്ട് താഴെ ഇറക്കാനുള്ള ശ്രമം പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഭാഗത്തു നിന്ന് തുടരുകയാണ്. സാനു, നിലവിൽ ഇപ്പോഴും ഇയാൾ കെട്ടിടത്തിന് മുകളിൽ തന്നെയാണല്ലോ. ഫയർഫോഴ്സ് ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. കെട്ടിടത്തിന് ചുറ്റുമായി അവർ നിലയുറപ്പിച്ചിട്ടുമുണ്ട്. ഒരുപക്ഷെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിടിച്ച് മുകളിലേക്ക് കയറ്റുകയോ അല്ലെങ്കിൽ നിലത്തേക്ക് വീഴുകയോ ചെയ്താലുള്ള മുൻകരുതലുകളൊക്കെ എടുത്ത് സ്വീകരിച്ചു തന്നെയല്ലേ അവർ നിൽക്കുന്നത് അവിടെ? തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യാ ശ്രമം എന്നൊരു വാർത്ത പറഞ്ഞതോടുകൂടി ഈ പ്രദേശമാകെ ജനങ്ങൾ കൂടി നിൽക്കുകയാണ്. ഒപ്പം തന്നെ ഇയാൾ ഏതെങ്കിലും തരത്തിൽ താഴേക്ക് ചാടിയാൽ അത് അത്യാഹിതം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലൊക്കെ ഫയർഫോഴ്സിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇയാൾ നിൽക്കുന്ന ഭാഗത്തിന് താഴെ കല്ലും അതുപോലെ തന്നെ ഈ മറ്റു വസ്തുക്കളും ഒക്കെ കൂടിക്കിടക്കുന്നത് ഉദ്യോഗസ്ഥർക്ക് ആശങ്കയും
ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഇയാളെ അനുനയിപ്പിച്ച് താഴേക്ക് ഇറക്കാനുള്ള ശ്രമമാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഫയർഫോഴ്സിന്റെയൊക്കെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കെട്ടിടത്തിലേക്ക് കയറി ഏതെങ്കിലും തരത്തിൽ ഇയാളെ വലിച്ച് ഉള്ളിലേക്ക് സുരക്ഷിതമായിട്ട് കയറ്റാനും ഒരു ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും ഇതുവരെയായിട്ടും ഇയാള് ഈ ഉദ്യോഗസ്ഥരുമായിട്ട് സഹകരിച്ചിട്ടില്ല. അതാണ് ഈ ആശങ്ക ഉണ്ടാക്കുന്നത്. ഒപ്പം തന്നെ മദ്യപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ, ഈ ലഹരിയുടെ പുറത്താണോ ഇത്തരത്തിലുള്ള ആത്മഹത്യാ ശ്രമം മുഴക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തിലും ഉദ്യോഗസ്ഥർക്ക് സംശയമുണ്ട്. ശരീരമാസകലം മുഷിച്ച നിലയിലാണ്, അത്തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെയാണ് ഇദ്ദേഹം ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരാണ് ഇതെന്നോ അല്ലെങ്കിൽ എന്താണ് ഇതിനുള്ള ചേതോ വികാരമെന്നുള്ള കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് വ്യക്തത വന്നിട്ടില്ല. എന്തായാലും സുരക്ഷിതമായിട്ട് ഇദ്ദേഹത്തെ തിരിച്ചിറക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ശരി സാനു, തൃശൂരിൽ ആത്മഹത്യാ ഭീഷണിയുമായി യുവാവ് KSRTC ബസ് സ്റ്റാൻഡിലെ സമീപത്തുള്ള കെട്ടിടത്തിന്റെ മുകളിൽ കയറിയാണ് ഭീഷണി. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഇയാളെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. സാനുവാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഭാരതത്തിലെത്തിയ ഫിജി പ്രധാനമന്ത്രി സിതിവേനി റബൂക്ക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഡൽഹി ഹൈദരാബാദ് ഹൌസിൽ ഉഭയകക്ഷി ചർച്ച നടന്നു. റബൂക്കയുടെ സന്ദർശനം പുതിയ അധ്യായം കൂട്ടിച്ചേർക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 33 വർഷത്തിന് ശേഷം 2014 ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഫിജി സന്ദർശിച്ചത്. അതിൽ അഭിമാനിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആ യാത്രയിൽ ഫോറിൻ ഫോർ ഇന്ത്യ പസഫിക് ഐലൻഡ് കോഓപ്പറേഷൻ രൂപീകരിച്ചു. ഇന്ത്യ ഫിജി ബന്ധങ്ങൾ മാത്രമല്ല മുഴുവൻ പസഫിക് മേഖലയുമായുള്ള തങ്ങളുടെ ബന്ധത്തെയും ശക്തിപ്പെടുത്തിയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. 2014 में 33 ईयर के बाद किसी भारतीय प्रधानमंत्री ने फिजी की धरती पर कदम रखा था. मुझे बहुत खुशी और गर्व है कि यह सौभाग्य मुझे मिला था. उस समय हमने फोरम फॉर इंडिया पैसिफिक आइलैंड कोऑपरेशन यानी फिपिक की शुरुआत की. उस पहल ने न केवल भारत फिजी रिश्तों को बल्कि पूरे पैसिफिक क्षेत्र के साथ हमारे जुड़ाव को नई ताकत दी. और आज प्रधानमंत्री रंबुका जी की इस यात्रा से हम आपसी संबंधों में एक नया अध्याय जोड़ रहे हैं. फ्रेंड्स, भारत और फिजी के बीच आत्मीयता का गहरा नाता है. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഭാരതം ഫിജി അന്താരാഷ്ട്ര ബന്ധത്തെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? രോഹിണി, 3 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയിട്ടുള്ള ഫിജി പ്രധാനമന്ത്രി സിതിവേനി റബൂക്ക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. രോഹിണി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം, ഫിജി എന്നുള്ളത് പസഫിക് മേഖലയിലെ ചെറിയ രാജ്യമാണ്. ഫിജിക്ക് ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള സഹകരണം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടത്തിവരുന്നു. ഇന്ന് നടന്നിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയിലും ഫിജിക്ക് കൂടുതൽ സഹകരണം ഉറപ്പാക്കുന്നതിനുള്ള ചർച്ചകളും തീരുമാനങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രതിരോധം, സോളാർ എനർജി, ആരോഗ്യ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് പരസ്പരം നേതാക്കൾ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ആ ധാരണാപത്രങ്ങൾ പരസ്പരം കൈമാറി. ഫിജിയിൽ സുവ മേഖലയിൽ ഭാരതത്തിൻ്റെ സഹായത്തോടുകൂടി ഒരു പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സ്ഥാപിക്കും. അവിടേക്ക് ഡയാലിസിസ് യൂണിറ്റുകൾ, ഒപ്പം ആരോഗ്യ മേഖലയിൽ ലഭ്യമാക്കേണ്ട അത്യാധുനിക ഉപകരണങ്ങൾ ഇവയെല്ലാം ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് ഫിജിയിലേക്ക് അയച്ചു നൽകും. മറ്റൊരു നിർണായകമായ തീരുമാനം, പ്രതിരോധ സുരക്ഷാ മേഖലയിൽ ഫിജിയും ഭാരതവും തമ്മിലുള്ള സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രതിരോധം, സുരക്ഷാ മേഖലകളിൽ ഇരു രാജ്യവും തമ്മിലുള്ള പങ്കാളിത്തം മെച്ചപ്പെടുത്താൻ പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഫിജിയുടെ സമുദ്ര മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ, പ്രതിരോധവും ശക്തമാക്കുന്നതിന് ഭാരതം സഹായം നൽകും. അതിന് അത്യാധുനിക സാങ്കേതിക വിദ്യയും സൈനിക സഹായവും ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് നൽകും. അത്തരത്തിലൊരു സഹായം ഫിജിയിൽ ചെയ്യുന്നതോടുകൂടി പസഫിക് മേഖലയിൽ ഭാരതത്തിന് കൂടുതൽ സാന്നിധ്യം രേഖപ്പെടുത്താൻ സാധിക്കും. ഭാരതത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ ഉറപ്പാക്കാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ്. അത് രാജ്യത്തിൻ്റെ താല്പര്യം കൂടിയാണ്. കൂടാതെ ഭീകരവാദം മുഴുവൻ മാനവരാശിക്കും വെല്ലുവിളിയാണെന്നും ഭീകരവാദത്തിനെതിരെ ഭാരതവും ഫിജിയും ഒരുമിച്ച് നിൽക്കുമെന്ന പ്രഖ്യാപനം കൂടി ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഫിജിയുമായി കൂടുതൽ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുക, പ്രതിരോധ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഫിജിക്ക് കൂടുതൽ സഹായം എത്തിക്കുക, അതോടൊപ്പം പ്രതിരോധ സുരക്ഷാ മേഖലയിൽ ഫിജിയെ സഹായിക്കുന്നതോടൊപ്പം തന്നെ പസഫിക് മേഖലയിൽ ഭാരതത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ രേഖപ്പെടുത്തുക എന്ന വ്യക്തമായ ലക്ഷ്യവും ഭാരതത്തിനുണ്ട്. കൂടാതെ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത് 33 വർഷങ്ങൾക്ക് ശേഷം
അതിനുശേഷം 2014 ഫിജി സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു താൻ. അതിൽ വലിയ അഭിമാനമുണ്ട്. ഫിജിയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളതയോടെ മുൻപോട്ട് കൊണ്ടുപോകും എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഫിജി പ്രധാനമന്ത്രി ഭാരതത്തിലെത്തിയത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് തോൽവികൾ രാഹുലിന്റെയും കോൺഗ്രസിന്റെയും സാമാന്യ ബുദ്ധി നഷ്ടപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജയിലിലായാൽ പദവി നഷ്ടപ്പെടുമെന്ന ഭരണഘടനാ ബില്ലിനെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് പ്രതിപക്ഷം വിശദീകരിക്കണം. ജയിലിൽ പോയാലും പദവി രാജിവെക്കേണ്ട എന്ന കീഴ്വഴക്കം വരുന്നുണ്ടെന്നും നരേന്ദ്രമോദി തന്നെയാണ് പ്രധാനമന്ത്രിയെയും ബില്ലിന്റെ പരിധിയിൽ കൊണ്ടുവന്നതെന്നും അമിത്ഷാ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ജയിലിലായാൽ പദവി നഷ്ടപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലിനെ എന്തുകൊണ്ട് എതിർക്കുന്നുവെന്ന് പ്രതിപക്ഷം ജനങ്ങളോട് വിശദീകരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. മുൻപും നിരവധി നേതാക്കൾ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിൽ മാന്യമായി പദവികൾ രാജിവെച്ചിരുന്നു. എന്നാൽ ഇന്ന് ജയിലിൽ കിടന്നാലും സ്ഥാനങ്ങൾ രാജിവെക്കേണ്ട എന്ന കീഴ്വഴക്കം വരുന്നതായി അരവിന്ദ് കെജ്രിവാളിന്റെ ഉൾപ്പെടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടി അമിത്ഷാ പറഞ്ഞു. അത്തരം കീഴ്വഴക്കങ്ങൾ ജനാധിപത്യ സംവിധാനങ്ങളുടെ അന്തസ്സ് തകർക്കുന്നതാണെന്നും ബില്ലിന്റെ രൂപീകരണ വേളയിൽ പ്രധാനമന്ത്രിയെയും നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചത് നരേന്ദ്രമോദി തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. जेल में डालने का जो प्रावधान है वो एनडीए सरकार ने नहीं बनाया है, वो सालों से यहाँ चल रहा है. दूसरी बात कि ये जो आपने कहा कि गंभीर आरोप की व्याख्या क्या होगी, तो उसमें हमने व्याख्या कर दी है कि 5 साल से ज्यादा सजा का जहां प्रावधान है वहां पर उनको पद छोड़ना पड़ेगा. कोई छुटपुट आरोप के लिए पद नहीं छोड़ना है, मगर जिन पर करप्शन के आरोप है या 5 साल से ज्यादा सजा के आरोप है, ऐसे मंत्री, मुख्यमंत्री या प्रधानमंत्री जेल में बैठकर सरकार चलाए. आज भी भारत के जन प्रतिनिधित्व कानून जो है उसके अंदर प्रावधान है कि किसी भी चुने हुए प्रतिनिधि को 2 साल या इससे अधिक समय के लिए सजा होता है तो वो अपने स्थान से मुक्त हो. 3 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ നിരാശ രാഹുലിന്റെയും കോൺഗ്രസിന്റെയും സാമാന്യ ബുദ്ധി നഷ്ടപ്പെടുത്തി. പ്രതിപക്ഷം സഹകരിച്ചില്ലെങ്കിലും JPC ചർച്ച ചെയ്ത് ബില്ല് പാസാക്കും. പ്രതിപക്ഷം സഹകരിച്ചില്ലെങ്കിലും രാജ്യത്തിന് മുൻപോട്ടു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. RSS ബന്ധത്തിന് എന്താണ് തെറ്റെന്നും അടൽ ബിഹാരി വാജ്പേയിക്കും അദ്വാനിക്കും നരേന്ദ്രമോദിക്കും തനിക്കും RSS ബന്ധമുണ്ടെന്നും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുടെ RSS ബന്ധം സംബന്ധിച്ച ചോദ്യത്തിന് അമിത്ഷാ മറുപടി നൽകി. ജനം, ഡൽഹി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണന്റെയും പ്രതിപക്ഷ സ്ഥാനാർത്ഥി B സുദർശൻ റെഡ്ഡിയുടെയും നാമനിർദ്ദേശം സൂക്ഷ്മ പരിശോധനയിൽ അംഗീകരിച്ചിരുന്നു. സെപ്റ്റംബർ 9 രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് വോട്ടെടുപ്പ്. അന്ന് തന്നെ ഫലം പ്രഖ്യാപിക്കും. ലോക്സഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങൾക്കുമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുള്ളത്. ധർമ്മസ്ഥലയിൽ യൂട്യൂബർ സമീർ MDയെ ഇന്നും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ഇന്നലെ 6 മണിക്കൂറോളമാണ് ധർമ്മസ്ഥലയ്ക്കെതിരെ നിരന്തരം വ്യാജവാർത്തകൾ നൽകിയ സമീറിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. അതേസമയം ശുചീകരണ തൊഴിലാളി ചിന്നയെയും പോലീസിന്റെ കസ്റ്റഡിയിൽ തുടരുകയാണ്. ധർമ്മസ്ഥലയിലെ ഗൂഢാലോചനയിൽ SITയുടെ അന്വേഷണം തുടരുകയാണ്. ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിനിടെ ഇന്നലെ യൂട്യൂബർ സമീർ MDയെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. 6 മണിക്കൂറോളമാണ് സമീറിനെ ചോദ്യം ചെയ്തത്. സമീറിന്റെ യൂട്യൂബ് ചാനൽ വഴിയാണ് AI വീഡിയോകളും മറ്റും സൃഷ്ടിച്ച് ധർമ്മസ്ഥലയ്ക്കും മഞ്ജുനാഥ ക്ഷേത്രത്തിനുമെതിരെ വ്യാപകമായി വ്യാജവാർത്തകൾ നൽകിയത്. ഇത് പിന്നീട് മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുക്കുകയായിരുന്നു. അതുകൊണ്ടുതന്നെ സമീറിനെ ചോദ്യം ചെയ്താൽ ഗൂഢാലോചന സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനാകുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നത്. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ സമീർ നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം എടുത്തിരുന്നു. ഇതോടെയാണ് ഇന്നലെ 6 മണിക്കൂറോളം സമീറിനെ ചോദ്യം ചെയ്തത്. ഇന്നും സമീറിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രത്യേക അന്വേഷണ സംഘം നിർദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെ ഉടുപ്പിയിൽ നിന്നുള്ള BJP MP ഉൾപ്പെടെ സമീറിന്റെ സാമ്പത്തിക സ്രോതസ് ED അന്വേഷിക്കണമെന്നും അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ധർമ്മസ്ഥലയിലേക്ക് എത്തിയതിൽ ദുരൂഹത ഉള്ളതിനാൽ NIA വിഷയം അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. സമീറിന് പുറമെ മലയാളിയായ മനാഫ് ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യണമെന്നും മലയാള മാധ്യമങ്ങളുടെ പങ്ക് അന്വേഷിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ജനം, ധർമ്മസ്ഥല.
കർണാടകയിലെ ധർമ്മസ്ഥല വിവാദ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ സംഘടിത മതപരിവർത്തന ശക്തികളും അർബൻ നക്സലുകളുമെന്ന് കേസരി മുഖ്യ പത്രാധിപർ ഡോക്ടർ NR മധു. ശബരിമല യുവതീ പ്രവേശന വിവാദത്തിന്റെ തുടർച്ചയാണ് ധർമ്മസ്ഥലയിൽ കണ്ടത്. സനാതനധർമ്മത്തെ തകർക്കാനുള്ള നീക്കമായിരുന്നു അതെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. ഹൈന്ദവ ആരാധനാ കേന്ദ്രമായ ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമങ്ങൾ നടക്കുകയും എന്നാൽ അധികം വൈകാതെ തന്നെ അത്തരം നീക്കങ്ങൾ പരാജയപ്പെടുകയും ചെയ്തതിന് ജനം സാക്ഷിയാണ്. എന്നാൽ ഇത് ഹൈന്ദവ ആരാധനാലയങ്ങളെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് നടത്തുന്ന തുടർച്ചയായ സംഘടിത ഗൂഢാലോചനയുടെ ഒരു കണ്ണി മാത്രമാണെന്ന് കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ NR മധു നിരീക്ഷിക്കുന്നു. അനാവശ്യമായ ശബരിമല യുവതീ പ്രവേശന വിവാദവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കും നടത്തിയ കൈകടത്തലുകളും ഇതിന്റെ മുൻ അധ്യായങ്ങളായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നിൽ സംഘടിത മതപരിവർത്തന ശക്തികളും അർബൻ നക്സലുകളുമാണ്. വളരെ ആസൂത്രിതമായ ഒരു ശ്രമം നടന്നു എന്ന് നമുക്കറിയാം. ഈ ശ്രമങ്ങളുടെ എല്ലാം പിന്നിൽ ചില സംഘടിത മതപരിവർത്തന ശക്തികളും അർബൻ നക്സലൈറ്റുകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇത് ധർമ്മസ്ഥലയിൽ മാത്രം നടന്ന ഒരു കാര്യമല്ല. ഇത് ശബരിമലയിൽ നടന്നു, ഗുരുവായൂർ നടന്നു, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നു. ഹൈന്ദവ ഐക്യത്തെയും സനാതനധർമ്മത്തെയും തകർക്കാനും ജാതീയമായ ഭിന്നിപ്പുകൾ നിലനിർത്താനുമുള്ള ലക്ഷ്യം ധർമ്മസ്ഥല വിവാദത്തിന് പിന്നിലുണ്ടായിരുന്നു. ലക്ഷ്യം ജിഹാദായിരുന്നു. ഹിന്ദു സമൂഹത്തില് കൊടിയ ജാതീയതയാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാം സനാതനധർമ്മം ഉപേക്ഷിക്കണം എന്ന പ്രചരണം ഇതൊരു പുതിയ പ്രചരണമല്ല. അതിന്റെ പിന്നിൽ ഒരു ജിഹാദി കണ്ടന്റ് ഉണ്ട് എന്ന് നമുക്കറിയാം. സനാതനധർമ്മം പകർച്ചവ്യാധിയാണെന്ന് പറഞ്ഞ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ ആഗോള അയ്യപ്പ ഭക്ത സംഗമം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചതും ഇത്തരം അന്തർധാരയുടെ പ്രകടമായ ഉദാഹരണമാണെന്നും ഡോക്ടർ NR മധു വിമർശിച്ചു. ജനം, കോട്ടയം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സീറ്റ് സ്വന്തമാക്കാനുള്ള കരുനീക്കവുമായി സന്ദീപ് വാര്യർ. എന്നാൽ ഒറ്റക്കെട്ടായി ഈ നീക്കത്തെ ചെറുക്കാനാണ് ജില്ലയിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം. തൃശൂർ നിയോജക മണ്ഡലത്തിൽ അനർഹമായി സീറ്റ് നേടിയാൽ ഏത് വിധേനയും കാലുവാരാൻ തന്നെയാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആലോചന. കഴിഞ്ഞ ദിവസം തൃശൂർ DCC ഓഫീസിൽ നടന്ന യോഗത്തിലാണ് സന്ദീപ് വാര്യർക്കെതിരെ പരസ്യ വിമർശനവുമായി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നത്. തൃശൂർ ജില്ലയിൽ മത്സരിക്കാനുള്ള മോഹവുമായിട്ടാണ് സന്ദീപ് വാര്യർ പരിപാടികളിലേക്ക് എത്തുന്നതെന്ന് ഒരു വിഭാഗം നേതാക്കൾ പറഞ്ഞു. തൃശൂർ ജില്ലയിലെ പരിപാടികളിൽ പോലും സന്ദീപ് വാര്യർക്ക് സീറ്റ് നൽകരുതെന്നും നേതാക്കൾ തുറന്നടിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് ചർച്ചകളും മുന്നൊരുക്കങ്ങളും ആരംഭിക്കാനിരിക്കെയാണ് സന്ദീപ് വാര്യരുടെ മോഹങ്ങളെ മുളയിലെ നുള്ളാൻ തൃശൂരിലെ കോൺഗ്രസുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സന്ദീപ് വാര്യർ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെ തൃശൂരിൽ മത്സരിക്കാൻ വെല്ലുവിളിച്ചതും തൃശൂർ മോഹമുള്ളതുകൊണ്ടാണെന്നും നേതാക്കൾ യോഗത്തിൽ വ്യക്തമാക്കി. തൃശൂർ ജില്ലയിലെ ഓരോ സീറ്റുകളിലേക്കും കോൺഗ്രസിലെ നിരവധി നേതാക്കളാണ് കണ്ണുനട്ടിരിക്കുന്നത്. സന്ദീപ് വാര്യരുടെ കടന്നുവരവ് ഇവരുടെയൊക്കെ ആഗ്രഹങ്ങളുടെ കടക്കിൽ കത്തിവെക്കുമോ എന്ന ആശങ്കയിൽ നിന്നാണ് DCC യോഗത്തിലെ തുറന്നു പറച്ചിലുകളിലേക്കും ആരോപണങ്ങളിലേക്കും വഴിവെച്ചിട്ടുള്ളത്. സന്ദീപ് വാര്യർക്ക് നേതൃത്വം തൃശൂരിൽ സീറ്റ് നൽകിയാൽ കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന കാര്യം ഇതോടെ ഉറപ്പായി. ജനം, തൃശൂർ. ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ സംസ്ഥാന സർക്കാർ നടത്താൻ പോകുന്ന ഹിന്ദു വിരുദ്ധ സമ്മേളനത്തിനെതിരെ പ്രതിഷേധം കനക്കുന്നു. ഹൈന്ദവ വിരുദ്ധ നിലപാടുള്ള തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ ഭക്തസംഗമത്തിന്റെ മുഖ്യ അതിഥിയായി ക്ഷണിച്ചതിന് പിന്നിൽ ഹൈന്ദവ വിശ്വാസികളോടുള്ള സർക്കാരിന്റെ വെല്ലുവിളിയെന്ന് ആക്ഷേപം. ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരെ കബളിപ്പിച്ച് പണം സമാഹരിക്കാനാണ് സർക്കാർ നീക്കമെന്നും വിമർശനം. ഹൈന്ദവ വിരുദ്ധ നിലപാടുകൾ പതിവാക്കിയ DMK നേതാവ് MK സ്റ്റാലിനെ അയ്യപ്പ ഭക്ത സമ്മേളനത്തിന്റെ മുഖ്യ അതിഥിയായി ക്ഷണിക്കുമ്പോൾ അത് ഹൈന്ദവ വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണെന്നാണ് വിമർശനം. MK സ്റ്റാലിന്റെ മകനും തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞത് ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ വലിയ മുറിപ്പെടുത്തലാണ് ഉണ്ടാക്കിയത്. ശബരിമല യുവതീ പ്രവേശന വിവാദകാലത്ത് വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സമൂഹമാധ്യമങ്ങളിൽ കൂടി അറിയിച്ചതും വിശ്വാസികളെ വീണ്ടും വെല്ലുവിളിക്കുന്നതായി മാറി. കമ്മ്യൂണിസ്റ്റുകളുടെയും ഹൈന്ദവ വിരുദ്ധരുടെയും സമ്മേളനമാണ് പമ്പയിൽ നടക്കാൻ പോകുന്നത് എന്നാണ് ഹൈന്ദവ സംഘടനകളുടെ വിമർശനം. അയ്യപ്പസ്വാമിയെയും ശബരിമലയെയും മുൻനിർത്തി ഭക്തരെ കബളിപ്പിച്ച് വിദേശത്തു നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പണസമാഹരണം നടത്താനുള്ള സർക്കാരിന്റെ നീക്കമാണ് പരിപാടിക്ക് പിന്നിലെന്ന് ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നു.
തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഹൈന്ദവ വോട്ടുകളിൽ കണ്ണുവെച്ച സർക്കാർ നടത്തുന്ന ഗിമിക്കാണ് പമ്പയിൽ നടക്കാൻ പോകുന്നതെന്നും ആരോപണമുണ്ട്. നേരത്തെ ഹൈന്ദവ സംഘടനകൾ സംസ്ഥാന വ്യാപകമായി അയ്യപ്പ ഭക്ത സംഗമങ്ങൾ നടത്തിയപ്പോൾ അതിനോടൊന്നും സഹകരിക്കാതിരുന്ന സർക്കാർ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രഹസനവുമായി എന്തിനിറങ്ങുന്നു എന്നായിരുന്നു ചോദ്യം. ശബരിമല യുവതീ പ്രവേശന വിവാദ സമയത്ത് ആചാരലംഘനം നടത്താൻ മുന്നിട്ടിറങ്ങിയ ഇടത് സർക്കാരിൽ നിന്നും ഭക്തർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന സമാനതകളില്ലാത്ത ക്രൂരതകൾ ഓർമ്മിപ്പിച്ചാണ് ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും ഇടത് സർക്കാരിന്റെ ഇപ്പോഴത്തെ പൊള്ളത്തരം തുറന്നു കാണിക്കുന്നത്. ഹൈന്ദവ സംഘടനകളോടൊന്നും കൂടിയാലോചനകൾ നടത്താതെയാണ് സെപ്റ്റംബർ 20 പമ്പ മണപ്പുറത്ത് ആഗോള അയ്യപ്പ ഭക്ത സംഗമം സംസ്ഥാന സർക്കാർ നടത്തുന്നത്. ജനം, പത്തനംതിട്ട. സംസ്ഥാന സർക്കാരിന്റെ അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ ഉദ്ഘാടനത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും ക്ഷണിച്ചത് അപലപനീയമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ശബരിമലയെ തകർക്കാനുള്ള തീരുമാനത്തിന്റെ ആവർത്തനമാണ് അയ്യപ്പ ഭക്ത സംഗമം. ഹിന്ദു വിശ്വാസത്തെ പരസ്യമായി അവഹേളിച്ച നേതാക്കൾ വിശ്വാസികളോട് പരസ്യമായി മാപ്പ് പറയണം. അല്ലാത്തപക്ഷം പിണറായി വിജയനെയും സ്റ്റാലിനെയും ഉദയനിധി സ്റ്റാലിനെയും തടയുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന സർക്കാർ ശബരിമല ഭക്തജന സംഗമം സംഘടിപ്പിക്കുകയും അതിൻ്റെ ഉദ്ഘാടനത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെയും ഉപമുഖ്യമന്ത്രി മകൻ സ്റ്റാലിനെയും ക്ഷണിക്കാൻ തീരുമാനിച്ചത് അപലനീയമാണ്, പ്രതിഷേധാർഹമാണ്. ഒന്ന്, ശബരിമലയെ തകർക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി സർക്കാരും നടത്തുന്ന നാളിതുവരെ നടത്തിയിട്ടുള്ള നീക്കങ്ങളുടെ ആവർത്തനമാണ് ശബരിമല ഭക്തജന സംഗമത്തിൻ്റെ ഉദ്ഘാടനത്തിന് സ്റ്റാലിനെയും മകൻ സ്റ്റാലിനെയും ക്ഷണിക്കാനുള്ള തീരുമാനം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ക്ലീൻ ചിറ്റ് റദ്ദാക്കിയ വിജിലൻസ് കോടതി വിധിക്കെതിരെ ADGP MR അജിത് കുമാർ ഹൈക്കോടതിയിൽ. വിജിലൻസിന്റെ റിപ്പോർട്ട് കൃത്യമായി പരിശോധിക്കാതെയാണ് കോടതിയുടെ നടപടി. ഒരു MLA മാധ്യമങ്ങളിൽ നടത്തിയ ആരോപണങ്ങൾ മാത്രമാണ് പരാതിയായി കോടതിയിലെത്തിയത്. പരാതിക്ക് വിശ്വാസയോഗ്യമായ മറ്റ് തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും അജിത് കുമാർ ചൂണ്ടിക്കാട്ടുന്നു. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ക്ലീൻ ചിറ്റ് റദ്ദാക്കിയ കോടതി നടപടിയെ എന്തെല്ലാം കാരണങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ MR അജിത് കുമാർ എതിർക്കുന്നത്? രോഹിണി, വിജിലൻസ് കോടതിയുടെ നടപടി കൃത്യമായിട്ട് വസ്തുതകൾ പരിശോധിക്കാതെയാണ് എന്നുള്ള ഒരു വാദം ഉന്നയിച്ചുകൊണ്ടാണ് MR അജിത് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. വിജിലൻസ് കോടതി കൃത്യമായിട്ട് വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ തെളിവുകൾ അടക്കം പരിശോധിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഈ പറയുന്ന കീഴുദ്യോഗസ്ഥൻ അന്വേഷണം നടത്തി എന്നുള്ള വാദം അത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. മാത്രവുമല്ല, ഈ മുഖ്യമന്ത്രിക്കെതിരെ പോലും അന്വേഷണം ഉണ്ടാകുന്നൊരു ഘട്ടത്തിൽ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അജിത് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വിജിലൻസ് കോടതിയുടെ, അതായത് തനിക്കെതിരായിട്ടുള്ള അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയ നടപടിയായിരുന്നു നേരത്തെ തിരുവനന്തപുരം വിജിലൻസ് കോടതി റദ്ദാക്കിയത്. ആ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നുള്ളൊരു ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് അജിത് കുമാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. നേരത്തെ വിജിലൻസ് കോടതി വലിയ രീതിയിൽ വിമർശനം വിജിലൻസിനെതിരെ ഇക്കാര്യത്തിൽ ഉന്നയിച്ചിരുന്നു. അതായത് കൃത്യമായിട്ട് തെളിവ് ശേഖരണം അജിത് കുമാറിനെതിരെ വിജിലൻസ് നടത്തിയിട്ടില്ല. ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഏജൻസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പ്രഥമ ദൃഷ്ട്യാ തന്നെ അജിത് കുമാറിനെതിരായിട്ടുള്ള അനധികൃത സ്വത്ത് സമ്പാദന കേസ് നിലനിൽക്കും. ഒപ്പം തന്നെ അന്വേഷണം കാര്യക്ഷമമായിരുന്നില്ല. ഈ പറയുന്ന സർക്കാർ പ്രഖ്യാപിച്ച വിജിലൻസ് അന്വേഷണം വെറും പ്രഹസനമായിരുന്നു തുടങ്ങിയ വിമർശനങ്ങളായിരുന്നു നേരത്തെ വിജിലൻസ് കോടതി ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. അജിത് കുമാർ പറയുന്നത് കേവലം ഒരു MLA ആയിരുന്ന വ്യക്തിയുടെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ തനിക്കെതിരായിട്ടുള്ള അന്വേഷണം നടന്നിട്ടുള്ളത്. ഇതിൽ കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ ശേഖരിക്കാൻ വിജിലൻസിന് സാധിച്ചിട്ടുമില്ല. റവന്യൂ രേഖകളടക്കം ലഭിച്ചിരുന്നു. അത് തൻ്റെ വാദങ്ങൾ അല്ലെങ്കിൽ തൻ്റെ മൊഴികൾ മാത്രമല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത്, മറ്റ് സാക്ഷികളെ വിസ്തരിക്കുകയും അവരുടെ മൊഴികളടക്കം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഒരു ക്ലീൻ ചിറ്റ് നൽകിയ നടപടിയെ എങ്ങനെയാണ് വിചാരണ കോടതിക്ക്, അതായത് വിജിലൻസ് കോടതിക്ക് റദ്ദാക്കാൻ സാധിക്കുക എന്നുള്ള ഒരു വാദമാണ് അജിത് കുമാർ ഉന്നയിച്ചിട്ടുള്ളത്. നേരത്തെ PV അൻവർ, മുൻ MLA ആയിട്ടുള്ള PV അൻവറിന്റെ പരാതിയുടെ അല്ലെങ്കിൽ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു സർക്കാർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. അതിനിടയിൽ തന്നെ വിജിലൻസ് കോടതിയിൽ ഒരു അഭിഭാഷകനും ഇതുമായി ബന്ധപ്പെട്ട് സമാനമായിട്ടുള്ള ഹർജി നൽകിയിരുന്നു. ആ ഹർജി പരിഗണനയിലിരിക്കെ തന്നെയാണ്
ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ള വിജിലൻസ് ഏജൻസിയുടെ ഒരു നടപടി ഉണ്ടായത്. അത് പക്ഷേ വിജിലൻസ് കോടതി റദ്ദാക്കുകയും ചെയ്തു. എന്തായാലും അജിത് കുമാറിനെ സംരക്ഷിക്കാനായിട്ടുള്ള വിജിലൻസിന്റെ ഉദ്ദേശം അത് വിജിലൻസ് കോടതി തള്ളിയിരുന്നു. പക്ഷേ അത് വിജിലൻസ് കോടതിയുടെ നടപടി തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അജിത് കുമാർ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇനി ഹൈക്കോടതി എടുക്കുന്ന തീരുമാനം ഏറെ നിർണായകമാണ്. കവടിയാറിലുള്ള ആഡംബര വീടടക്കം അനധികൃതമായിട്ട് സമ്പാദിച്ചതാണെന്നായിരുന്നു പ്രധാനപ്പെട്ട പരാതി. ഇക്കാര്യത്തിൽ ടൗൺ പ്ലാനർ മറ്റ് റവന്യൂ രേഖകൾ അതിന്റെ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടായിരുന്നു വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയെന്നാണ് നിലവിൽ അജിത് കുമാർ ഹൈക്കോടതിയെ ബോധിപ്പിച്ചിട്ടുള്ളത്. രോഹിണി. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് ചുമത്തിയ പിഴത്തുക അടയ്ക്കാതെ മുഖ്യപ്രതികൾ. UAE കോൺസുലേറ്റ് മുൻ കോൺസൽ ജനറൽ ജമാൽ ഹുസൈൻ അൽസാബി, മുൻ അഡ്മിൻ അറ്റാഷെ റാഷിദ് ഖമേസ് അൽ അഷ്മൈ എന്നിവരടക്കമുള്ള പ്രതികളാണ് പിഴ ചുമത്തി 2 വർഷത്തിനു ശേഷവും തുക കോടതിയിൽ കെട്ടിവെക്കാത്തത്. 6 കോടി രൂപ വീതമായിരുന്നു ഇവർക്കുള്ള പിഴത്തുക. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലാകെ 44 പ്രതികളാണുള്ളത്. ഇതിൽ 37 പ്രതികളിൽ നിന്നായി 66 കോടി 60 ലക്ഷം രൂപ പിഴ ചുമത്തിയിരുന്നു. 2023 നവംബറിലായിരുന്നു ഉത്തരവ്. ഒരു സ്വർണ്ണക്കടത്ത് കേസിൽ ചുമത്തുന്ന ഏറ്റവും ഉയർന്ന തുകയായിരുന്നു മുഴുവൻ പ്രതികളിൽ നിന്നുമായി ഈടാക്കാൻ കണക്കാക്കിയിരുന്നത്. എന്നാൽ ഉത്തരവിറങ്ങി 2 വർഷം പൂർത്തിയാകാറാകുമ്പോഴും പിഴത്തുക അടയ്ക്കുകയോ തുകയുടെ 10% കോടതിയിൽ കെട്ടിവെച്ച് ഉത്തരവ് ചോദ്യം ചെയ്യാനോ മുഖ്യപ്രതികളായ സ്വപ്ന സുരേഷ്, സരിത്ത് എന്നിവരടക്കം ആരും തയ്യാറായിട്ടില്ല. സ്വപ്ന, PS സരിത്ത്, സന്ദീപ് നായർ, KT റമീസ്, UAE കോൺസുലേറ്റ് മുൻ കോൺസുൽ ജനറൽ ജമാൽ ഹുസൈൻ അൽസാബി, മുൻ അഡ്മിൻ അറ്റാഷെ റാഷിദ് ഖാമിസ് അൽ അഷ്മേയി എന്നിവർക്ക് 6 കോടി രൂപ വീതമാണ് കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ പിഴ ചുമത്തിയിരുന്നത്. സ്വന്തം പേരിൽ പലർക്കും സ്വത്തുക്കൾ ഇല്ലാത്തതിനാലും കേസിലെ അന്തിമവിധി വരെ കാത്തിരിക്കുന്നതിനാലുമാണ് പിഴ അടക്കാതിരിക്കുന്നത്. ജനം, കൊച്ചി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ നായകൻ സൗരവ് ഗാംഗുലി പരിശീലകനാകുന്നു. രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ക്രിക്കറ്റ് ബോർഡിന്റെ തലപ്പത്തും IPL ടീമുകളുടെ മെന്റർ സ്ഥാനത്തും പ്രവർത്തിച്ചിട്ടുള്ള സൗരവ് ഗാംഗുലി ഇതാദ്യമായിട്ടാണ് ഒരു ടീമിന്റെ പരിശീലകനാകുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ 2020 ലീഗായ SA T20 ടീം പ്രിട്ടോറിയ ക്യാപിറ്റൽസിന്റെ പരിശീലകനായാണ് ദാദയെ നിയമിച്ചിരിക്കുന്നത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്ത അല്പസമയത്തിനകം. നമസ്തേ.